ഓഫീസ് വർക്കും ചെയ്തിരുന്ന എന്നോട് മൈസൂരിലെ ദസറ കാണാൻ വാ പോവാന്ന് പറഞ്ഞ കെട്ടിയോൻ പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണമല്ലോ. ഒന്നും നോക്കിയില്ല, നേരെ കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ്സിൽ എറണാകുളം ജംഗ്ഷനിൽ 8:45 കയറി. അങ്ങനെ പിറ്റേ ദിവസം 10:45 ഞങ്ങൾ മൈസൂർ ജംഗ്ഷനിലെത്തി. വിശപ്പിൻ്റെ വില നല്ല രീതിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് റീൽസിൽ ഫേമസ് ആയ മൈലാരി അഗ്രഹാരയിൽ മോർണിംഗ് ഫുഡ് കഴിക്കാൻ കയറി. ഇഡ്ഡലി ദോശ സ്പെഷ്യലിസ്റ്റാണ് ഇവർ. പക്ഷേ ഞാനിതിനൊരു 7 or 6.5 വരെ റേറ്റിംഗ് കൊടുക്കുമല്ലോ. കാരണം നമ്മുടെ തട്ടുദോശയെക്കാളും കുറച്ചുകൂടെ വലിയ ദോശ, ബട്ടർ ഇട്ട് അവരുടേതായ ഇൻഗ്രീഡിയൻസ് ഇട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ ആയിരുന്നു. സൂപ്പർ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തു. ഫ്രഷപ്പ് ആയിട്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ വൺ ഓഫ് ദി ടോപ്പസ്റ്റ് ചേർച്ച് ആയിട്ടുള്ള സെൻറ്റ് ഫിലോമിനാസ് ചേർച്ചാണ്. ചേർച്ചിൻ്റെ ആർക്കിടെക്ചറൊക്കെ കാണാൻ നല്ല രസമാണ്. അങ്ങനെ ചേർച്ചിനുള്ളിൽ ഞങ്ങൾ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയി. നെക്സ്റ്റ് പിന്നെ 3-4 മണി ആയതുകൊണ്ട് ഫുഡ് കഴിക്കണമല്ലോ. റീൽസിലൂടെ ഫേമസ് ആയ ഹനുമന്തിലാണ് പോയത്. മട്ടൻ ബിരിയാണി ആയിരുന്നു ഇവിടുത്തെ ഫേമസ്. ഓക്കെ ഫുഡായിരുന്നു, എനിക്കും കുറച്ച് ഇഷ്ടമായി. നെക്സ്റ്റ് ആണ് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ. മറ്റൊന്നുമല്ല, താജ്മഹൽ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ആയിരുന്നു മൈസൂർ പാലസ് എന്ന് പറയുന്നത്. വരുവാണെങ്കിൽ ഈവനിങ് ടൈം വരാൻ ഒരിക്കലും പാടില്ല, കാരണം നല്ല റഷാണ്. മോർണിംഗ് ടൈം വന്നിട്ട് കാണും. പിന്നെ നമ്മൾ എന്തിനാണ് വന്നത്? ദസറ കാണാൻ. ദസറ ആഘോഷം എടുത്ത് തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. മൈസൂർ കംപ്ലീറ്റ് ദസറയിലാണ്. അവിടെ സ്റ്റേജിൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടായി. നമ്മൾ കുറേ അവിടെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അവിടെ നല്ല റഷായിരുന്നു കേട്ടോ. ഫങ്ഷൻസ് ഒക്കെ കണ്ടിട്ട് നമ്മളങ്ങനെ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. സ്ട്രീറ്റിലും നല്ല ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഫുൾ മൈസൂർ ദസറയിലായിരുന്നു. 7 മണി to 10 മണിയാണ് കേട്ടോ അവിടുത്തെ ദസറയുടെ ഫെസ്റ്റിവൽ നടക്കുന്നത്. അങ്ങനെ ദസറ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ നമ്മൾ ചെക്കൗട്ട് ചെയ്യാനായിട്ട് ഇറങ്ങി. ചെക്കൗട്ട് ചെയ്തു. അതിനുശേഷം നമ്മളുടെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് സ്വീറ്റ്സ് വാങ്ങിക്കണം. മൈസൂർ പാക്ക് വാങ്ങിക്കാനായിട്ട് ഫേമസ് ആയിട്ടുള്ള ഗുരു സ്ട്രീറ്റ്സിൽ പോയി മൈസൂർ പാക്കൊക്കെ വാങ്ങി നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ മൈസൂർ സൂ ആണ്. ഞങ്ങൾ ഓപ്റ്റ് ചെയ്തത് വെഹിക്കിൾ സഫാരി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ടൈം ഉണ്ടായില്ല. അത്യാവശ്യം മറ്റെവിടെ കാണുന്നതിലും കൂടുതൽ ആനിമൽസിനെ ഇവിടെ കണ്ടു. അതും ഈ ആനിമൽസൊക്കെ അത്യാവശ്യം നല്ല ക്ലീനാണ്, നല്ല നീറ്റായിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. നല്ല ഫുഡും കൊടുക്കും, കാരണം അത്യാവശ്യം അവർ നല്ല ജിമ്മായിട്ടാണ് ഇരിക്കുന്നത്. മറ്റുള്ള സൂവിലെ പോലെയല്ല. ഗൊറിലയുടെ ഫേസ് ഒക്കെ കാണാൻ നമ്മൾ കുറേ വെയിറ്റ് ചെയ്തു. ഗൊറിലയുടെ ബാക്കും കാണിച്ചുകൊണ്ടാണ് കുറേ ടൈം ഇരുന്നത്. അപ്പോൾ ഗൊറിലയ്ക്ക് വേണ്ടി നമ്മൾ കുറേ ടൈമൊക്കെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ സഫാരി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ ഈ ഒരു സഫാരി എന്ന് പറയണത്. അങ്ങനെ ഞങ്ങൾ സഫാരിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോകുന്ന റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. 12:45 നമ്മളുടെ കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ മൈസൂരിനോട് വിട പറഞ്ഞു. നമ്മുടെ 2 days മൈസൂർ സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ മൈസൂരിനോടൊക്കെ വിട പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ബൈ ബൈ. ദസറ കാണാത്തവരുണ്ടല്ലോ, ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്ത് കേട്ടോ. ലൈഫിൽ ഒറ്റത്തവണയൊക്കെ കിട്ടുന്ന ചാൻസാണ്. അപ്പോൾ പോയി അടിച്ചു പൊളിക്കട്ടോ. ബൈ ബൈ.